അപ്പൊ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാ. അപ്പൊ അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. എനിക്കിങ്ങനെ ഓപ്പണിംഗ് വീഡിയോസ് ഒന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അധികം എടുത്ത് എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നുമില്ല. ഞാനിത് നിങ്ങളുടെ മുന്നേ വെച്ചിട്ട് ഓപ്പൺ ആക്കണേട്ടോ. അതിൽ എന്തൊക്കെ സാധനങ്ങളുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്യും, പക്ഷെ വരുമ്പോൾ എല്ലാം ഇവിടെ വരുമ്പോൾ ഏതൊക്കെയാണെന്നുള്ള ഒരു പിടുത്തൊന്നുമില്ലല്ലോ. നമുക്ക് നോക്കാം എന്തൊക്കെയാണുള്ളത്. വന്നിട്ട് ചിലതൊക്കെ വന്നിട്ട് 2-3 ദിവസമായിട്ടുണ്ട് കേട്ടോ. ഞാനതിങ്ങനെ എല്ലാം കൂടെ വന്നിട്ട് പൊട്ടിക്കാന്ന് വിചാരിച്ചിട്ടിരിക്കായിരുന്നു. ഓക്കെ, ഫസ്റ്റ് വൺ ഇതൊരു ലിപ്സ്റ്റിക്കിന്റെ പാലറ്റാണ് കേട്ടോ. നമുക്ക് ലിപ്സ്റ്റിക് മിക്സിങ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. കാരണം കുറേ പേരായിട്ട് അങ്ങനെ കാണുന്നുണ്ട് ലിപ്സ്റ്റിക് മിക്സിങ് വീഡിയോസ് ചെയ്തിട്ട്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്തതാട്ടാ. ഇത് നമ്മുടെ ചെടികളുടെയും അതുപോലെ തന്നെ വെജിറ്റബിൾസിന്റെ ഒക്കെ വിത്ത് വന്നുള്ളതാണ് കേട്ടോ. മറ്റേ ലിപ്സ്റ്റിക്കിന്റെ റേറ്റ് ഞാൻ സൈഡിൽ കാണിക്കാം, എനിക്ക് എത്രയാന്ന് കറക്റ്റ് ഓർമ്മയില്ല. ഇതിനൊക്കെ വളരെ റേറ്റ് കുറവാണ് കേട്ടോ. എത്രയാന്ന് ഞാൻ എന്തായാലും സൈഡിൽ റേറ്റ് എഴുതി കാണിക്കാം. ഇത് അത്യാവശ്യത്തിന് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അതില് ഫ്ലവേഴ്സിന്റെയും ഉണ്ട്, അതുപോലെ തന്നെ വെജിറ്റബിൾസിന്റെയും വിത്തുകൾ ഒരുമിച്ചുള്ളതാണ്. എന്തായാലും നമ്മുടെ മഴക്കാലമൊക്കെ ഒന്ന് ശമിച്ചതിന് ശേഷം നമുക്കിത് വിത്തൊക്കെ പാറി സെറ്റ് ആക്കണം. അടുത്തത് ഒരു നമ്മുടെ കിടക്കവിരിയാണ്, ബെഡ്ഷീറ്റ്. ഒരു എന്താ പറയാ, ഇത് 2 പില്ലോ കവർ കേട്ടോ. ഞാൻ കംപ്ലീറ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. എല്ലാം ഫ്ലിപ്കാർട്ട് തന്നെയാണ്. നമ്മുടെ എലാസ്റ്റിക് ആയിട്ടുള്ള കിടക്കി വിരിയില്ലേ, ബെഡ്ഷീറ്റ്, അതാണ് കേട്ടോ. ഡിസൈൻ വരുന്നത് ഇങ്ങനെ ജസ്റ്റ് ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ, ഇങ്ങനത്തെ. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ സൈഡിൽ തന്നെ കൊടുക്കാട്ടാ. നമ്മുടെ എന്താ പറയാ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ പെട്ടെന്ന് കഴിയും. കാരണം മറ്റുള്ളവരെ പോലെ അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ അറിയാത്തതിന്റെ ഒരു കുറവാണ്. എല്ലാവരും ഒന്ന് സഹിക്കാന്ന് പറയില്ല, ക്ഷമിക്കുക. എല്ലാവരും നിങ്ങളുടെ എനിക്കറിയാം, നല്ല നല്ല വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഈ പെണ്ണുമ്പിള്ളത് എന്ത് കൂതറത്തര ചെയ്യണമെന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അത് അറിവില്ലായ്മയുടെ ഭാഗമാണെന്ന് കരുതി എല്ലാവരും മാപ്പാറ്റി തരിക. അതിലൊന്നുമില്ല, പൊട്ടിച്ചത് നമ്മള്. അടുത്തത് ഇത് ചിയാ സീഡ് ഉണ്ട് കേട്ടോ. ഞാൻ അവിടെ നിന്ന് കൊണ്ടുവരാമെന്ന് വിചാരിച്ചതാ. പിന്നെ നമ്മുടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമുക്ക് വീണ്ടും സമ്മർദ്ദം അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നില്ല. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ചിയാ സീഡാണ് കഴിക്കുന്നത്. ചിയാ സീഡിന് ഭയങ്കര ഗുണഗണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചിയാ സീഡ് ഡെയിലി നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ വളരെ നല്ലതായിരിക്കും. കുഴപ്പമില്ല, വലിയവർക്ക് കഴിക്കാം, പിള്ളേർക്കൊക്കെയാണ് ഡെയിലി കഴിക്കാൻ പാടില്ലാത്തതൊക്കെ. അപ്പോൾ ഇത് ചിയാ സീഡിന്റെ പാക്കറ്റാണ്. ഇതിന്റെ റേറ്റും ഞാൻ സൈഡിൽ തന്നെ കൊടുക്കാം. ഇതിന്റെ റേറ്റ് ഇതും വേണ്ടി 275 രൂപയാണ് ഇതിൽ കാണുന്നത്. നമുക്ക് വല്ല ഓഫറിന് കിട്ടിയതാണോ എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്. എന്താണെങ്കിലും ഞാൻ വാങ്ങിച്ച പ്രൈസ് ഞാൻ എന്തായാലും സൈഡിലായിട്ട് എഴുതി കാണിക്കാം കേട്ടോ. സൈഡിൽ ഞാൻ മുറിച്ചു. ഇത് ഞാൻ കുറേ നാൾ, ഇതെന്താണെന്ന് എനിക്ക് അറിയാം കേട്ടോ. ഇത് ഞാൻ കുറേ നാളായിട്ട് വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടിരുന്നതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ കുറെ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അങ്ങനെ കുറെ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സാധനം ഞാനിപ്പോൾ വാങ്ങിച്ചതാണ്. നമ്മുടെ വീടുകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ശരിക്കും. വേണ്ടാന്നൊക്കെ തോന്നുമായിരിക്കും, പക്ഷെ അതുള്ളത് നല്ലതാണ്. ഞാൻ പൊട്ടിച്ചിട്ട് എന്താ സംഭവം എന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ. ഒരു പെട്ടിയുടെ ഉള്ളിൽ വേറെ പെട്ടി. നല്ല പാക്കിംഗ് ആണ്. എന്റെ അർത്ഥം തന്നെ നല്ല പാക്കിംഗ് ആണെന്നാണ്. ആ പെട്ടി കളയണ്ട കേട്ടോ കുട്ടി, നമുക്ക് എന്തെങ്കിലും ആവശ്യം വരും. നിങ്ങൾക്ക് ഉണ്ട് അതേപോലെ ശീലങ്ങള്? കുറെ പെട്ടിയൊക്കെ എടുത്ത് കളക്ട് ചെയ്തൊക്കെ നമുക്ക് ഉണ്ട് കേട്ടോ ആ ശീലം. എന്നിട്ട് എല്ലാം കൂടെ ഒരു സ്ഥലത്തിടും, കുറെ നാള് എന്താ ഇറക്കി കളയും. എല്ലായിടത്തുള്ള കാര്യം തന്നെയാണല്ലേ.
അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആ സാധനം. ഇതെന്താന്ന് മനസ്സിലായവരുണ്ടാവും. പറഞ്ഞ രണ്ട് മൂടിയും കൂടി ഉണ്ട്. രണ്ട് മൂടിയല്ല. യെസ്, പാക്കിങ് ഉഗ്രം പാക്കിംഗ് ആണ്. ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ്. നല്ല പ്ലാസ്റ്റിക് ആണ്. അപ്പൊ ഞാനിനി ഇതെന്താ സംഭവം കൂടെ പറഞ്ഞാൽ മനസ്സിലാവും. ചെടിച്ചട്ടിയാ, വെറൈറ്റി ടൈപ്പ് ഓഫ് ചെടിച്ചട്ടി. നല്ല കുട്ടിയാ. ഇത് നമ്മുടെ ഫ്രിഡ്ജ് ഓർഗനൈസർ ആണ്. ഓക്കെ, നമുക്ക് വെജിറ്റബിൾസും ഒക്കെ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് ആണെങ്കിൽ ഇത് വെച്ചിട്ട് ഒരു തട്ടിൽ നമ്മൾ അത് ഇട്ടു, അതൊന്ന് കവർ ചെയ്തിട്ട് അതിന് മുകളിൽ വേറെ ഇടമെന്ന് വെച്ചാൽ അതിങ്ങനെ ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടാവും. കടിയിൽ ഒരെണ്ണം ഇട്ടു, അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് ഇത് വെച്ച് ബ്ലോക്ക് ചെയ്തിട്ട് അടുത്തത് ഇടാം. അങ്ങനെ ഇട്ടാം. അപ്പോൾ ഫ്രിഡ്ജ് ഓർഗനൈസർ വേണമെന്ന് ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നു. കാരണം നമ്മളിപ്പോൾ നമ്മളിവിടെ പൊതുവെ പച്ചക്കറികളാണ് എപ്പോഴും കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഇപ്പം കൈ മുറിഞ്ഞിട്ടുണ്ടാവുന്നുണ്ട്. നേരത്തെ ബ്ലേഡ് എടുത്തിട്ട് ഒന്ന് കൂറിയതാണ്. അപ്പോ ഞാൻ എന്താ പറഞ്ഞെ, അപ്പോൾ പച്ചക്കറിയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാം. അപ്പൊ അത് യൂസ് ചെയ്യുമ്പോഴേ ഞാനിത് വാങ്ങും. പിന്നെ നമ്മുടെ അടിയിൽ ഉണ്ടാവില്ല, ഫ്രിഡ്ജിന്റെ അടിയിലത്തെ ആ ഒരു റാക്കിൽ നേരെ കൊണ്ടുപോയി ഇട്ടിടില്ല. പിന്നെ അതിൽ നമ്മൾ നുള്ളാതിരിക്കണം. ഇന്നത് 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 എന്നൊക്കെ പറഞ്ഞ് നുള്ളാതിരിക്കണം. ഇതാവുമ്പോൾ നമുക്ക് പയർ വാങ്ങിക്കുന്നുവെച്ചാൽ പയർ വാങ്ങി നമ്മളിപ്പോൾ എന്തായാലും ഒരു 1 കിലോ 1 കിലോ ഒക്കെ അല്ലേ വാങ്ങിക്കുള്ളൂ. 1 കിലോ ഇതിൽ കൊള്ളില്ലായിരിക്കും, 1/2 കിലോ ഒക്കെ കൊള്ളുള്ളായിരിക്കും. അപ്പൊ അടുത്ത 1/2 കിലോ ഇതിൽ വെക്കാം, ബാക്കി തക്കാളി വെക്കാം. അങ്ങനെ 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 നമ്മൾ എന്തായാലും കുറേ പച്ചക്കറി ഒന്നും വാങ്ങിക്കില്ല. അപ്പോൾ 2-3 ദിവസത്തിനുള്ള പച്ചക്കറിയൊക്കെ വാങ്ങിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് നമ്മുടെ ഫ്രിഡ്ജ് നല്ല നീറ്റായിട്ടിരിക്കും. ഇവിടെ വിറ്റങ്ങൾ വലിച്ച് ഞാൻ എത്ര ഒതുക്കി വെച്ചാലൊക്കെ വലിച്ചു വാരിയിടും. അതാണ് എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള ഒരു കാര്യം. അപ്പൊ അതിൽ നിന്ന് ഒരു മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സാധനം വാങ്ങിയത്. കുറേ നാളായിട്ടുണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഇതിന്റെ റേറ്റും ഞാൻ കാണിക്കാം. എനിക്ക് മീഷോയിൽ വേണമെങ്കിൽ ഇതിന് റേറ്റ് കുറവിന് കിട്ടുമായിരിക്കും. പക്ഷേ എനിക്ക് മീഷോന് അധികം വിശ്വാസമില്ല. അതുകൊണ്ട് ഞാൻ മീഷോന്ന് വാങ്ങിക്കാറില്ല. പിന്നെ അറിയാലോ, ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടാകില്ലേ മീഷോക്കാരെ എനിക്ക് അയച്ചിരുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന്. അപ്പൊ അത് കാരണം ഞാൻ ഇപ്പോഴും മീഷോന്നൊന്നും വാങ്ങിക്കാറില്ല. എനിക്ക് മീഷോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വരാനുണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ. അപ്പോൾ അതിന്റെ വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടിടാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ എനിക്കറിയാം മറ്റുള്ളവർ ചെയ്യുന്ന പോലെ ഒന്നല്ല, ഞാനത് വളരെ സിമ്പിളായിട്ട് ചെയ്ത് കാണിച്ചു. എന്തായാലും ഇതിപ്പോ ഞാൻ നല്ല ക്വാളിറ്റിയാണ്. നമുക്കറിയാലോ നല്ല ക്വാളിറ്റിയാണ്. പിന്നെ നമുക്ക് അങ്ങനെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് പറയാനുള്ളത് അത് ബെഡ്ഷീറ്റാണ്. ബെഡ്ഷീറ്റും ഞാൻ അതിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. എനിക്ക് ഇത്രയും നാളായിട്ട് നല്ല തന്നെയാണ്. കോട്ടനാണ് ആ സംഭവം. അപ്പൊ അതുകൊണ്ട് കളർ പോകുമെന്ന് എനിക്ക് അറിയില്ല. ഇനി വാഷ് ചെയ്ത് കഴിയുമ്പോൾ പറയും. അപ്പൊ എന്തായാലും ഞാൻ റിവ്യൂ പറയാം. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും ബൈ ബൈ.